പുലർച്ചെ യാത്ര പോകുന്നതല്ല കേട്ടോ, ഡ്യൂട്ടിക്ക് തന്നെ. അപ്പോൾ പോട്ടെ. നേരം വെളുത്ത് ഉറക്കച്ചടവും കഷ്ടപ്പാടും ദുരിതം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുക. ഹെൽമറ്റൊക്കെ വെച്ച് ചാടി ഇറങ്ങി വണ്ടിപ്പുറത്ത് കയറി റോഡിൽ കയറി. ഞാനല്ലാതുള്ള എല്ലാവരും ഉണർന്ന് കാണുമല്ലോ, യാത്രയായി കാണുമല്ലോ. വെറുതെ ശ്മശാന മൂകത. ഇതിനകത്തൂടെ പോകുമ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒരു തളർച്ച തന്നെ തോന്നത്തുള്ളൂ. സമയം 7:36 ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഓടി ചോമലൂർ വന്നപ്പോൾ എന്നെ ആരും നിരുത്സാഹപ്പെടുത്തിയില്ല. KSRTC വരെ കറക്റ്റ് സമയത്ത് ഓടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടുകാരെന്താ ഉണരാത്തേന്നല്ലേ? എനിക്കും അറിയില്ല. അവരൊക്കെ ഉറങ്ങട്ടെ, നമുക്ക് പോവാം. അങ്ങനെ ഓമലൂർ കൊണ്ട് സൈഡിൽ ഒതുക്കിയപ്പോൾ പണ്ട് മുതലേ എല്ലാവരും പറഞ്ഞ് ചതിച്ചിട്ടുള്ളൊരു കാര്യമാണ് കണ്ടു. ആനപ്പിണ്ടം കിടക്കുന്നു. ഈ ആനപ്പിണ്ടത്തിൽ ചവിട്ടി നടന്ന മുടി വളരുമെന്നും പറഞ്ഞ് കുഞ്ഞുനാൾ എന്നെ എല്ലാവരും ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ആനപ്പിണ്ടത്തിൽ കയറി ചവിട്ടി ഓടി ചാടി തിന്നാൻ പറ്റാഞ്ഞുകൊണ്ട് തിന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം നോക്കിയിട്ടുണ്ട്. ആനപ്പിണ്ടം വരണമെങ്കിൽ ആന വേണ്ടേ? അപ്പോൾ അത് എവിടെ നിന്നായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ദാണ്ടേ നമ്മുടെ ഓമല്ലൂർ അമ്പലം. അവിടെ ചെന്ന് ഒന്ന് അയ്യപ്പനോട് പറഞ്ഞു, അയ്യപ്പാ കാത്തുകൊള്ളണേന്ന്. ശരിയാ കേട്ടോ, പോകുന്ന വഴികളിൽ എപ്പോഴും ഞാനും വിളിക്കാറുണ്ട് അയ്യപ്പനെ. അപ്പോൾ ഈ ആനപ്പിണ്ടം എവിടെ നിന്ന് വന്നെന്നറിയണ്ടേ? അതെ, നിൽക്കുന്നു നമ്മുടെ ഒരു കൊമ്പൻ. എടാ ഭയങ്കര, നീ രാവിലെ ഇത്രയും പണിയും കാണിച്ചിട്ട് വന്ന് നിൽക്കുന്നല്ലോ എന്നല്ല. ഇതേ ഓമല്ലൂർ അമ്പലത്തിൻ്റെ ഉത്സവമാണ് കേട്ടോ. ഞാൻ മൊത്തത്തിലൊന്ന് വീക്ഷിച്ച് നോക്കി. കുറേ പേര് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ആകെപ്പാടെ ഒരു സന്തോഷവും ഒരു സമാധാനവും. അമ്പലത്തിൻ്റെ അകത്തളത്തിലൂടെ കയറിയില്ല, അവിടെ നിന്ന് തൊഴുത് പതുക്കെ ആനയെ ഒന്നുകൂടൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് അവനോട് കള്ളത്തരം കാണിച്ച് ഇതുവരെ എൻ്റെ മുടിയും വളർന്നില്ല, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചിട്ട് മനസ്സിൽ ചോദിച്ചിട്ട് പതുക്കെ ഞാൻ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അങ്ങനെ വന്നിട്ട് ഈ ഒരു സന്തോഷം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ സിഗ്നൽ കണ്ടോ. 7:55 ഉണരാത്ത മറ്റൊന്നാണ് സിഗ്നൽ. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ കയറി പോകാൻ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. എന്നതായാലും അവിടുന്ന് വീണ്ടും യാത്ര വന്ന് നിന്നത് ഞങ്ങളുടെ ആശുപത്രിക്കകത്ത്. ഇതെന്തിനാണെന്നല്ലേ, ഈ ഓട്ടം കണ്ട നിങ്ങൾ വിചാരിക്കും ഞാൻ ഒളിമ്പിക്സിൽ പോവാണെന്ന്. അതൊന്നും അല്ല സംഭവം. ഇവിടെ നന്ദി പറയുന്ന ഒരാളുണ്ട്. കേട്ടോ, ആ ആൾക്ക് മാത്രമേ ഈ ആശുപത്രിയിൽ ഒരു നന്ദിയുള്ളൂ, ഒരു താങ്ക്സ് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുത്തിക്കുറിപ്പ് എന്താവുമെന്നല്ലേ? ഈ തോണ്ടലും ഈ കുറിപ്പും ഇല്ലെങ്കിൽ വെറുതെ ഒരു ദിവസം 7:55 ഡ്യൂട്ടിക്ക് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കിട്ടണ്ടേ എല്ലാ മാസം ആദ്യം? അതെ, ഒരു ദിവസത്തിൻ്റെ വിലയാണ് ഈ കുറിക്കുന്നത്.